ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ അതേ ഖുർആനില് ഇങ്ങനെ ഒരു നിയമം നിശ്ചയിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഇതുവരെ ഒരുപക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാത്ത കൊച്ചാപ്പ മൂത്താപ്പ, അല്ലെ, ഒരേ ഉമ്മയുടെ മക്കളായിട്ട് ജനിച്ചു എന്നത് മാത്രമാണ് അവർ തമ്മിലുള്ള ബന്ധം. അത്ര പോലും ബന്ധമില്ലാതെ പല നാടുകളിലായിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവും, ജ്യേഷ്ഠാനുജന്മാര്. പക്ഷെ ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾക്ക് ഒറ്റ മകളാണെങ്കിൽ ആ സ്വത്തിന്റെ പകുതി ഭാഗം അവരിലേക്കാണ് പോകുന്നത്. ഒന്നിലേറെ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് 2/3 കഴിച്ച് 1/3 ഈ ബന്ധുക്കളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ന്യായം ഇതാണ്, അവരുടെ സംരക്ഷണ ഉത്തരവാദിത്തം അവരിൽ അർപ്പിതമാണ്. അതിനാണ് അതൊരു ഡെപ്പോസിറ്റ് ആയിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ വരുമ്പോഴാണ് ഇസ്ലാം അപ്രായോഗികമാണ്, ഇസ്ലാമിൽ അനന്തരാവകാശം ശരിയല്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതിനാൽ എല്ലാ വശങ്ങളും പഠിക്കണം. വലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധ. അപ്പൊ 3 കാര്യമാണ് പറഞ്ഞത്, അല്ലെ? അനാഥയുടെ സമ്പത്തിന് നേരെ അന്യായമായിട്ട് അടുക്കരുത്, അതിൽ കൈവെക്കരുത്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും മാന്യമായി ഏറ്റവും നല്ല നിലക്ക് അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഏതുവരെ? ഹത്താ യബ്ലുഗ അശുദ്ധ, ആ കുട്ടികള് പക്വത എത്തുന്നത് വരെ, കൈകാര്യശേഷി എത്തുന്നത് വരെ. അപ്പൊ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അതൊരു അമാനത്താണ് എന്ന് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ കഴിഞ്ഞ സൂക്തത്തില് വലാ തഖറബുൽ ഫവാഹിഷ്, നിങ്ങൾ മ്ലേച്ഛ വൃത്തികളിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞതും ഇവിടെ അനാഥയുടെ സമ്പത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്, അല്ലെ? എന്താണ്? മ്ലേച്ഛവൃത്തി കുറച്ചൊക്കെ ആവാം, അല്ലെ, എന്നല്ല, മറിച്ച് പൂർണ്ണമായിട്ട് അകന്നു നിൽക്കണം എന്നുള്ളതാണ്. വലാ തഖറബു സിന, സിനയിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് അകന്നു നിൽക്കുവിൻ എന്ന് പഠിപ്പിച്ച പോലെ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ മാറി നിൽക്കണം. പക്ഷെ അനാഥയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല പറഞ്ഞത്, മറിച്ച് പ്രായോഗികമായ രൂപത്തിൽ അത് സംരക്ഷിക്കുക എന്നത് ബന്ധുക്കളുടെ ബാധ്യതയാണ്. മാന്യമായ രൂപത്തിൽ മാത്രമേ അടുക്കാവുള്ളൂ, അല്ലാതെ കൈകാര്യം ചെയ്യരുത് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് 6ാമത്തെ കൽപ്പന. ഇനി 7ാമത്തെ നോക്കാം. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. വഔഫു, ഔഫാ യൂഫി, പൂർത്തീകരിച്ചു. ഔഫി കൽപ്പനയാണ്. ഔഫി, നീ പൂർത്തീകരിക്കുക. ഔഫു, നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. ഔഫു, നിങ്ങൾ പൂർത്തീകരിക്കുവിൻ, അല്ലെങ്കിൽ തികച്ചു നൽകുവിൻ എന്നൊക്കെയാണ്. എന്താണ് അൽ ഖൈൽ? അളവ്. വൽ മീസാൻ, തൂക്കവും. എങ്ങനെ? ബിൽ ഖിസ്ത്, നീതിപൂർവം പൂർത്തീകരിക്കുവിൻ. വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. ഇതിൽ ശരിക്കും 2 കൽപ്പന വരുന്നുണ്ട്, അല്ലെ? 6 കഴിഞ്ഞു, 7ഉം 8ഉം ഈ സൂക്തത്തിൽ വരുന്നതായിട്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒന്ന് ഔഫുൽ കൈൽ, അളവ് തികച്ചു നൽകുവിൻ. രണ്ടാമത്തേത് ഔഫുൽ മീസാൻ, തൂക്കവും കൃത്യമാക്കുവിൻ. ബിൽ ഖിസ്ത്, നീതിപൂർവം എന്നാണ്. എല്ലാ കാലങ്ങളിലും ഗുരുതരമായ പ്രശ്നമാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു പ്രവാചകനെ തന്നെ അയച്ചില്ലേ? ഏത് പ്രവാചകനായിരുന്നു? ഷുഐബ് അലൈഹിസ്സലാം, അല്ലെ? മദിയൻ നിവാസികളിലേക്ക് വന്ന പ്രവാചകനാണ്. അവിടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലുള്ള അളവ് തൂക്കങ്ങളിലെ കൃത്രിമങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഖുർആനിൽ ഒരു സൂറയുടെ പേര് തന്നെ എന്താണ്? അൽ മുത്തഫിഫീൻ എന്നാണ്. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവർ. വൈലുല്ലിൽ മുത്തഫിഫീൻ, അവർക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറ ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ഗുരുതരമായ വിഷയമാണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? അളവിൽ കൃത്രിമം കാണിക്കൽ, തൂക്കത്തിൽ കൃത്രിമം കാണിക്കല് മാത്രാണോ? അല്ല. മായം ചേർക്കൽ, കൃത്രിമത്വം കാണിക്കൽ എല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലെ? ഇന്ന് മായമില്ലാത്തത് മായത്തിൽ മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്ന കാലമാണ്, അല്ലെ? ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള കാലമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
ഗുരുതരമായ പ്രശ്നമാണ്. ഭക്ഷ്യവിഭവങ്ങളിൽ പോലും, മസാലപ്പൊടികളില്, എല്ലാത്തിലും അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. എല്ലാവരും പരസ്പരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ്, എല്ലാവരും പരസ്പരം വഞ്ചിക്കുകയാണ്. പെട്ടിക്കടക്കാരനെ വലിയ കടക്കാരൻ വഞ്ചിക്കുന്നു, പച്ചക്കറി കച്ചവടക്കാരൻ ഫ്രൂട്ട് കച്ചവടക്കാരനെ പറ്റിക്കും, ഫ്രൂട്ട് കച്ചവടക്കാരൻ മറ്റ് പലചരക്കുകാരനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും കൃത്രിമം, എല്ലാം വിഷമയം ആയിട്ടുള്ള ഒരു കാലമാണ്. തമാശ പറയാറുണ്ട്, ഹോട്ടൽ മുതലാളി ഹോട്ടലിലേക്ക് വരുമ്പോഴില്ലേ, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ടിഫിൻ്റെ അകത്താക്കിയിട്ടാണ് അയാൾ ഹോട്ടലിലേക്ക് വരുന്നത്. എന്താ കാരണം? തൻ്റെ ഹോട്ടലില് തൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്ന ഭക്ഷണം തനിക്ക് കഴിക്കാൻ കൊള്ളില്ല എന്ന് അയാൾക്കറിയാം. തമിഴ്നാട്ടിലെ കേരളത്തിലേക്ക് കയറ്റിയേക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഭാഗത്താണ് അവര് വിളയിക്കുന്നത്. അതിനപ്പുറത്ത് വേറൊരു കൃഷിയുണ്ട്, അത് ചോദിച്ചാൽ അവർ പറയും ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ആ കർഷകനും അയാളുടെ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ വിഷമില്ലാത്തത് കേരളത്തിൽ കയറ്റിയേക്കാൻ വേണ്ടിയിട്ട് വിഷമുള്ളത് ഇപ്പുറത്ത് വേറെ ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്ന പോലെയുള്ളൊരു സാഹചര്യമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. എല്ലാം മായമയമായിട്ട് മാറിപ്പോയിരിക്കുന്നു. എല്ലാം നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ ഇടപാട് നടത്തേണ്ടി വരികയാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാന്, കാര്യം നടക്കണ്ടേ എന്ന് പറയുന്ന അവസ്ഥയിലാണ് എല്ലാം മുന്നോട്ട് പോകാം. അവിടെയാണ് ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, കണ്ണുണ്ടായാൽ പോരാ, കാണണം. അങ്ങനെയാണല്ലോ നമ്മുടെ ഉപഭോക്തൃ തർക്ക പരിഹാര സമിതിയുടെ ചില ക്യാപ്ഷൻസ് ചില ചുമരുകളിലൊക്കെ എഴുതി വെച്ചേ കാണാം. അങ്ങനെ അല്ലെ, കസ്റ്റമർ ഈസ് ദി കിങ്, ഉപഭോക്താവാണ് രാജാവ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാണുമ്പോൾ ഇപ്പൊ ചിരിയാണ് വരിക. ഔഫുൽ കൈൽ, കൈല് അളവാണ് ഉദ്ദേശം. അളവെന്ന് പറയുമ്പോൾ നമ്മള് ദ്രാവകങ്ങൾ, എണ്ണ പോലെയുള്ളത് അളന്നു കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോഴും ബോട്ടിലുകളിലാണല്ലോ പല എണ്ണകളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് ഒരു അളവാണ്. പിന്നെ തുണിത്തരങ്ങൾ അളക്കാറുണ്ട്, പിന്നെ ഭൂമി ഒക്കെ അളക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ അളക്കുന്ന എല്ലാം കൈലിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. കാലയക്കീലു എന്നാണ്, കാല അളന്നു എന്നാണ്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലു ഔ വസനൂഹും യുഖ്സിറൂൻ എന്ന് സൂറത്തുൽ മുത്തഫിഫീനിൽ വരുന്നുണ്ട്. കയ്യില് എന്ന് നമ്മൾ പഴയ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ടല്ലോ, വീട്ടില് കഞ്ഞിക്കൈല്, കഞ്ഞി കുടിക്കുന്ന കയ്യില് എന്നാണ് പറയാം. അത് അറബി വാക്കാണ് ശരിക്കും, ഈ കയ്യില് തന്നെയാണ്. ഇപ്പൊ നമ്മളത് സ്പൂണിലേക്കും തവിയിലേക്കൊക്കെ മാറി. ഔഫുൽ കൈൽ, അതിനാൽ അളവ് പൂർത്തീകരിക്കുവിൻ. വൽ മീസാൻ, തൂക്കവും. എണ്ണ പോലെയുള്ളത് തൂക്കി നൽകാറുണ്ട്, അതുപോലെ തേന് അങ്ങനെയുള്ളതൊക്കെ തൂക്കി നൽകുന്നത് കാണും. പെട്രോൾ പമ്പില് ഡീസലും പെട്രോളും അളന്നാണ് കൊടുക്കുന്നത് അല്ലെ, അളവാണ് അതിൻ്റെ കൃത്യത എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിലൊക്കെയും പലതരം കൃത്രിമങ്ങൾ നടക്കുകയാണ്. അങ്ങാടിയിൽ ചെന്നാല് കിലോ 10 കിലോ 10 എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറി എടുത്ത് ഒന്നിച്ചെടുത്ത് ത്രാസിലേക്ക് ഇടുന്നു. ആ ത്രാസ് പെട്ടെന്ന് താഴേക്ക് പോകുന്നു, അപ്പോഴത്തേക്ക് വാരി കട്ടുന്നു, പിന്നെ കിറ്റിലാക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തരാൻ. കറക്റ്റ് സൂചിയിലേക്ക് വന്നോ ഇല്ലയോ എന്ന് അറിയാൻ പോലും പറ്റില്ല പലപ്പോഴും അല്ലെ. അങ്ങനെ എന്തൊക്കെ തട്ടിപ്പുകളാണ്, ത്രാസിന്റെ അടിയിലൊക്കെ പലതും വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നതായിട്ട് നമ്മൾ പൊതുവെ മനസ്സിലാക്കാറുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും, പെട്രോൾ പമ്പിലൊക്കെ ഡിജിറ്റലൈസ്ഡ് ആണ് അവിടുത്തെ മീറ്റർ, അങ്ങനെയാണല്ലോ. അതിനകത്ത് കൃത്രിമം കാണിച്ചു വെക്കും അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരം കൃത്രിമങ്ങള്, പെട്രോളില് മറ്റു പല എണ്ണകൾ ഒഴിച്ചിട്ട് കൃത്രിമം കാണിക്കുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് ഇന്നത് നിലനിൽക്കുന്നു. ഒരു മതഗ്രന്ഥമായ ഖുർആൻ എന്തിന് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു? ഒരുപക്ഷെ നമ്മൾ ഇത് പരസ്യമായി പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ മതത്തിന്റെ ആൾക്കാർ ഇടപെടുന്നത്, ഞങ്ങൾ നോക്കില്ലേ എന്നിവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ പറഞ്ഞേക്കും. വിശുദ്ധ ഖുർആൻ കേവലം ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ വന്നൊരു ഗ്രന്ഥമല്ല. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് ഇസ്ലാം. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം തൊടുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറയുന്നുണ്ട്. ഒരിക്കല്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ അസ്ർ നിസ്കരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ലേ? എന്നിട്ട് അങ്ങാടിയിലേക്കാ പോയത്. അവിടെ നോക്കുമ്പോൾ ഒരു ഗോതമ്പിന്റെ ചാക്ക്, അതിന് അടിവശം നനഞ്ഞിട്ടുണ്ട്. പക്ഷെ മുകളിൽ നോക്കുമ്പോൾ നല്ല ഉണങ്ങിയ ഗോതമ്പ് കൂനയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അവിടുന്ന് ആ ഗോതമ്പ് ചാക്കിലേക്ക് ഇങ്ങനെ കൈ പായിച്ച് വാരിയെടുക്കുന്നുണ്ട്. നനഞ്ഞ ഗോതമ്പാണ്. അപ്പോഴല്ലേ പറഞ്ഞത്, നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, മൻ വശന ഫലൈസ മിന്ന എന്നവിടുന്ന് പറയണ്ടായി. അപ്പൊ പള്ളിയിലെ ഇമാമ് തന്നെയാണ് അവിടെ ഈ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കടയിലേക്ക് കയറി ചെല്ലുന്ന ഉദ്യോഗസ്ഥനും എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒന്നും വേർതിരിച്ച് പറയല്ല, എല്ലാം ഒന്നിച്ചാണ്. അതിനാൽ അളവ് തൂക്കങ്ങൾ പൂർത്തീകരിക്കുവിൻ. വളരെ ശ്രദ്ധിക്കണം. അങ്ങനല്ലേ നമ്മൾ പഴയ കാലത്തൊക്കെ അളന്നു കൊടുക്കുമ്പോൾ പരമാവധി കൂടുതലിട്ടാണ് കൊടുക്കുക, അല്ലെ? അങ്ങനെയാണ് കൊടുക്കുക. അതാണ് ഏറ്റവും പൂർണ്ണത, സൂക്ഷ്മത എന്ന് പറയുന്നത്. അത് ജാഗ്രത ഉണ്ടാവുക എന്നതാണ് ഇവിടെ ഉണർത്തുന്നത്. അല്ലെങ്കിലോ സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പരസ്പര വിശ്വാസം നഷ്ടപ്പെടാൻ. ഇടയ്ക്ക് വെച്ച് അള്ളാഹു മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. കല്ലഫ യുകല്ലിഫു, ചുമത്തി എന്നാണ് അർത്ഥം. ലാ നുകല്ലിഫു നഫ്സൻ, ലാ നുകല്ലിഫു, നാം ചുമത്തുന്നില്ല, നഫ്സൻ, ഒരു നഫ്സിന്റെ മേലും, ഇല്ലാ വുസ്അഹ, അതിൻ്റെ കഴിവിൽ കവിഞ്ഞത്, അത് അതിൻ്റെ വിശാലത അല്ലാതെ. എത്രയാണോ മാക്സിമം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾക്കു മേലും ഒന്നും അടിച്ചേൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു ഇടയ്ക്ക് വെച്ച് പറയാണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെയൊക്കെയല്ലേ ആളുകൾ പറയാം. പല കാര്യങ്ങളെ കുറിച്ചും പറയുമ്പോൾ നമ്മളും പറയും, ഇതൊക്കെ നടക്കോ, വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്താ എന്ന് പറയും. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെയല്ല, നടക്കും. നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതേ നാം കൽപ്പിക്കുന്നുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. സൂറത്തുൽ ബഖറയില് അമന റസൂൽ ഇല്ലേ, അവസാനത്തെ ആയത്ത്, അതില് അമന റസൂൽ കഴിഞ്ഞ് ഒടുവിലത്തെ ആയത്ത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണ്. ഒരാൾക്കും അവന്റെ കഴിവിൽപ്പെടാത്തത് അള്ളാഹു തആല അടിച്ചേൽപ്പിക്കുകയില്ല, ഭാരം വഹിപ്പിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ നിയമം പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് പറയാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണത്. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ യാത്രക്കാർക്കും രോഗികൾക്കും ഇളവുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതേ ശൈലിയിൽ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താണ്. ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നടക്കും. മനസ്സ് ശുദ്ധമാണെങ്കിൽ വ്യക്തികൾ ശുദ്ധമാകുമ്പോൾ കുടുംബം ശുദ്ധമാകും. അങ്ങനെ സാമൂഹിക വിശുദ്ധി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് മദീനയില് യാഥാർത്ഥ്യമായതാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ എത്രയായി? 6 എന്താണ് അനാഥ സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്. 7 അളവ് പൂർത്തീകരിക്കുക, 8 തൂക്കം കൃത്യമാക്കുക എന്നതാണ്. ഇനി 9ാമത്തേത് ശ്രദ്ധിക്കാം. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. അതാണ് 9. വഇദാ ഖുൽതും, നിങ്ങൾ സംസാരിച്ചാൽ, ഫഅദിലു, അദ്ൽ നീതിയാണ്. അദല യഅദിലു, നീതി പാലിച്ചു. യഅദിൽ, നീ നീതി പാലിക്കുക. യഅദിലു, നിങ്ങൾ നീതി പാലിക്കുവിൻ. ഫഅദിലു എന്ന് പറയുമ്പോൾ അപ്പോ നീതിപൂർവം പറയുവിൻ എന്നാണ്. വഇദാ ഖുൽതും, നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഫഅദിലു, നിങ്ങൾ നീതി പാലിക്കുവിൻ. വലൗ, എങ്കിലും, വലൗ ഖാന, ആണെങ്കിലും, ദാ ഖുർബ, അടുപ്പമുള്ളവൻ അഥവാ ഉറ്റ ബന്ധുക്കളോട് ആണെങ്കിലും, ഉറ്റ ബന്ധുക്കളുടെ കാര്യത്തിൽ ആണെങ്കിലും നീതി പാലിക്കുവിൻ. വർത്തമാനം പറയുമ്പോൾ ആളും തരവും ഒക്കെ നോക്കിയിട്ട് സംസാരിക്കണം കേട്ടോ എന്ന് നമ്മൾ പറയില്ലേ? അള്ളാഹു അങ്ങനെയല്ല പറയുന്നത്. അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും വാക്കിൽ നീതി ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ അളവ് തൂക്കങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വാക്കിന്റെ മൂല്യം എത്രയാണ്, അല്ലെ? ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂല്യം, അതിൻ്റെ കനം എത്രയാ? ചിലപ്പോൾ ഇല്ല, അല്ല എന്ന് പറയുമ്പോൾ വലിയ മൂല്യമുണ്ട്. ചില സദസ്സുകളില്, ചില സന്ദർഭങ്ങളില്, ചില കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ട്.
അപ്പൊ അളവ് തൂക്കങ്ങളിലെ കൃത്യത പോലെ തന്നെ വാക്കുകൾ നീതിപൂർവമായിരിക്കണം. നമ്മളൊരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ, കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ കാരണവന്മാരെന്ന നിലയ്ക്ക് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളിൽ മധ്യസ്ഥം വഹിക്കുമ്പോൾ, അവിടെയൊക്കെ നമ്മുടെ വാക്കിന് വലിയ വിലയുണ്ട്, അല്ലെ? അതെങ്ങാനും ആരുടെയെങ്കിലും മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതോ ആരുടെയെങ്കിലും അവകാശം നഷ്ടപ്പെടുത്തുന്നതോ നീതി നിഷേധിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ എത്ര ഗുരുതരമാണ്, അല്ലെ? വളരെ ഗുരുതരമാണ്. ഇപ്പോ ജഡ്ജിയുടെ കയ്യിലെ പേനയുണ്ടല്ലോ, അത് ഉപയോഗിച്ച് അദ്ദേഹം ഒരു ജഡ്ജ്മെന്റ്, ഒരു വിധി പ്രസ്താവന നടത്തുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം എത്രയാണ്, ആലോചിച്ച് നോക്കൂ. അതിനാൽ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് ഇതാ കൊൽത്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ നാവെടുത്താൽ ഫഅദിലു, നീതിപൂർവം പറയണം. വലൗകാനദാ ഖുർബ, മറുപക്ഷത്തുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും, വലൗ അല അംഫുസിക്കും, നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരികയാണെങ്കിലും നീതിപൂർവമായിരിക്കണം വാക്ക് പ്രയോഗിക്കേണ്ടത്. അതിനാൽ ഓരോ വാക്കും വളരെ ശ്രദ്ധിക്കണം. വേർഡ്സ് ആർ ലൈക്ക് ബുള്ളറ്റ്സ് എന്ന് പറയില്ലേ, വെടിയുണ്ട പോലെയാണ് വാക്കുകൾ. അത് തിരിച്ചെടുക്കാൻ കഴിയാത്തതാണ്. നന്നായി ആലോചിച്ചാണ് വാക്കുകൾ പ്രയോഗിക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കുടുംബരംഗത്ത് നമ്മൾ കുടുംബത്തിന്റെ നായകന്മാരും നായികമാരുമാണ്, കുടുംബനാഥനും നാഥയുമാണ്. അപ്പൊ നമ്മുടെ ഒരു വാക്കിന് കുടുംബത്തിൽ വലിയ വിലയുണ്ട്, അല്ലെ? അത്തരം സന്ദർഭങ്ങളിൽ മുഖം നോക്കിയല്ല, നിലപാടുകളാണ് പ്രധാനം. ആളെ നോക്കിയല്ല, ആശയം നോക്കിയായിരിക്കണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത് നീതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ 9 എണ്ണമായി. ഇനി 10ാമതായിട്ട് പറയുന്നത് എന്താണ്? വബിഅഹ്ദില്ലാഹി ഔഫു. വബിഅഹ്ദ്, അഹ്ദ് കരാറാണ്. വബിഅഹ്ദ്, അഹ്ദില്ല, അള്ളാഹുവോടുള്ള കരാറിനെ ഔഫു, നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. വീണ്ടും പറയാണ്, വബിഅഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവോടുള്ള കരാർ പൂർത്തീകരിക്കും. അതെന്താണ്? ആദ്യം പറഞ്ഞില്ലേ, ലാ തുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നിലും പങ്കു ചേർക്കാതിരിക്കൂ. ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, ജീവിതം അവന് മുമ്പിൽ സമർപ്പിക്കൂ എന്ന് പറഞ്ഞല്ലോ. അതാണ് അടിസ്ഥാനപരമായ ഒരു കരാർ, അല്ലെ? അടിസ്ഥാന കരാർ അതാണ്. നമ്മൾ കരാറുകളെ കുറിച്ച് നേരത്തെ പലപ്പോഴും പഠിച്ചു. സൂറത്തുൽ മാഇദ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സൂറത്തുൽ മാഇദ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. സൂറത്തുൽ ബഖറയില് നമ്മൾ ഫാസിഖിനെ കുറിച്ച്, ധിക്കാരികളായ അധർമ്മികളായ ആളുകളെ കുറിച്ച് പഠിച്ചപ്പോൾ അവര് കരാറിൽ ഏർപ്പെട്ടിട്ട് അത് ലംഘിക്കുന്നവരാണെന്ന് പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവോടുള്ള കരാർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ? അല്ല, ജന്മസിദ്ധമാണ്, പ്രകൃതിപരമാണ് അള്ളാഹുമായിട്ടുള്ള കരാറ്. അവനാണ് സൃഷ്ടാവ്, അതുകൊണ്ട് അവനുമായൊരു പൊക്കിൾ കൊടി ബന്ധമുണ്ട്. അതിനാൽ അവനനുസരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വാസികളാകുന്നത്, ഖുർആനിനനുസരിക്കുന്നത്, പ്രവാചക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. കരാറുകൾ 3 തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കരാർ എന്നത്. അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ അനുഷ്ഠിക്കുക, അവന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിക്കുക, അവൻ നിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കുക, ഇതൊക്കെ അവനോടുള്ള കരാറാണ്. രണ്ടാമത്തെ കരാർ ആരോടാണ്? മനുഷ്യനും തമ്മിലാണ് കരാർ. മനുഷ്യർക്കിടയിലെ പലതരം കരാറുകളിലെ നേരത്തെ പറഞ്ഞതുപോലെ അനാഥയുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അളവ് തൂക്കങ്ങൾ. എന്നോടൊരു സഹോദരൻ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അയാൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടത് അയാൾ നൽകുന്ന തുകയ്ക്ക് തുല്യം മൂല്യമുള്ള, കൃത്രിമങ്ങൾ ഇല്ലാത്തതായിരിക്കണം. അത് മനുഷ്യർക്കിടയിലുള്ള കരാറാണ്. വിവാഹം ഒരു കരാറാണ്, അതിലെ വിശ്വാസ്യത ഒരു കരാറാണ്. ബിസിനസ് പാർട്ട്ണർഷിപ്പുകൾ ഒരു കരാറാണ്, കുടുംബ ബന്ധങ്ങൾ കരാറാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഭരണകൂടവും രാജ്യനിവാസികളും തമ്മിലുള്ള ബന്ധം ഒരു കരാറാണ്, അല്ലെ? ഇപ്പൊ വയനാട്ടില് ഉരുൾപൊട്ടൽ ഉണ്ടായി, 300-ലേറെ സഹോദരങ്ങൾ
പെട്ടെന്ന് ഇല്ലാതെയായി പോയി. ഒരുപാട് പേരെ കാണാതെയായി. പലരും ദുരിതക്കയത്തിലാണ്. മനുഷ്യന്മാർ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇപ്പോ സേവന പ്രവർത്തനങ്ങളിലാണ്. അപകടകരമായ മേഖലയിലാണ് അവരുള്ളത്. പക്ഷെ എന്നിട്ടും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പട്ടാളക്കാരും പോലീസുകാരും ദുരിത നിവാരണ സംഘങ്ങളും അതുപോലെ വോളണ്ടിയേഴ്സും ഒക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഓരോ മനുഷ്യരെ, സഹജീവികളെ കണ്ടെടുക്കുകയാണ് അവർ, അല്ലെ? ആലോചിച്ച് നോക്കൂ, മണ്ണിനടിയിലല്ലേ ഉള്ളത്, ഇനി എന്തിനാ വീണ്ടും എടുക്കുന്നത്? എന്നിട്ട് രണ്ടാമത് മണ്ണിനടിയിൽ തന്നെയാണ് കൊണ്ടുപോയി വെക്കാൻ പോകുന്നത്. യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അതിലൊരു അർത്ഥമില്ല. പക്ഷെ മനുഷ്യ ജീവനോട് അതിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു കരാറാണ്. എൻ്റെ ഒരു സഹജീവി പ്രയാസപ്പെടുമ്പോൾ കൂടെ നിൽക്കുക എന്ന കരാറാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനാപൂർവം സമ്പത്ത് കൊണ്ടും മറ്റു പല വിധത്തിലും അവരോട് ചേർന്ന് നിൽക്കുന്ന സന്ദർഭം കൂടിയാണ്. അതിനാൽ ഒന്ന് അള്ളാഹുവോടുള്ള കരാറാണ്. രണ്ടാമത്തെ കരാറ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കരാറാണ്. മൂന്നാമതൊരു കരാറുണ്ട്, അതാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കരാറ്. ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അത് നടപ്പിലാക്കാത്തതാണ് ഈ ദുരിതങ്ങളുടെ കാരണം എന്ന് ഒരു വ്യാഖ്യാനമുണ്ടല്ലോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഈ പ്രകൃതിയെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തി ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ? അത് വരും തലമുറകൾക്ക് കൂടിയാണല്ലോ അള്ളാഹു നിശ്ചയിച്ചത്. അതൊരു കരാറാണ്, ഒരു അമാനത്താണ്. പക്ഷെ അത് ലംഘിച്ച് നമ്മൾ സ്വാർത്ഥന്മാരായിട്ട് ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് പ്രകൃതി ഇങ്ങനെ ഇടപെടുന്നത്. അതിനാൽ അത് ആ കരാറും പാലിക്കണം. അള്ളാഹുവോടുള്ള കരാറ്, സൃഷ്ടികളോടുള്ള കരാറ്, അതേപോലെ പ്രകൃതിയോടുള്ള കരാറ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് വബിഅഹ്ദില്ലാഹി ഔഫു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒടുവില് ഈ സൂക്തവും അവസാനിക്കുന്നു. നോക്കൂ, ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ. ദാലിക്കും ഇതത്രേ നിങ്ങൾക്ക്, വസാക്കും നിങ്ങളോടുള്ള വസിയത്ത്, അവൻ ചെയ്യുന്ന വസിയത്ത്, ബിഹി ഇതുകൊണ്ട്, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ഉത്ബുദ്ധരാകുവാൻ, നിങ്ങൾ ബോധമുള്ളവരാകുവാൻ, ദിക്റുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു പറയാണ്. കഴിഞ്ഞ സൂക്തം ലഅല്ലക്കും തഅഖിലൂൻ എന്നായിരുന്നു അവസാനിച്ചത് എങ്കിൽ ഈ സൂക്തം ലഅല്ലക്കും തദക്കറൂൻ എന്നാണ് അവസാനിക്കുന്നത്. അപ്പൊ അഖ്ല് ബുദ്ധിയാണ്, ഇവിടെ ദിക്റാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർമ്മ, ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ഉണർത്തുന്നത്. ഇനി ഒരു സൂക്തം കൂടി ഈ ഗണത്തിലുണ്ട്. 3 സൂക്തങ്ങളാണ് ഈ വസിയത്തായി വന്നത്. 151, 152, 153. ഇനി 153-ാമത്തെ സൂക്തമാണ് അവശേഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ 10 കൽപ്പനകൾ പൂർണ്ണമായിരിക്കുന്നു. ഇനി പൊതുവായിട്ട് ഒരു കൽപ്പന കൂടി അടുത്ത സൂക്തത്തിൽ വരാൻ പോകുന്നുണ്ട്. ഏതായാലും ഈ സൂക്തങ്ങൾ നമുക്ക് വായിച്ചു പോകാൻ കഴിയുന്നതല്ല, മറിച്ച് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരേണ്ട സൂക്തങ്ങളാണ് എന്ന നിലയ്ക്ക് നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഖുർആനികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കൂടി നമുക്ക് കഴിയണം എന്നതാണ് ഇതിലെ പ്രധാന വസിയത്ത് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ അവന്റെ കലാമിനെ അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റബ്ബേ. പഠിക്കുന്നതിനനുസരിച്ച് വചനങ്ങളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. കുടുംബങ്ങളെ ഇസ്ലാമീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഗുരുതരമായ ഒരു ദുരന്തമുഖത്താണ് കേരളീയരുള്ളത്. അല്ലാഹുവേ, ഈ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം നൽകണേ റബ്ബേ. ഒരുപാട് മനുഷ്യർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവനിലേക്ക്, നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട് റബ്ബേ. അവരോട് പൊറുക്കണേ നാഥ. അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ, ഷഹാദത്തിന്റെ പദവി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഒരുപാട് സഹോദരങ്ങൾ ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ട് വളരെ ഗുരുതരമായ പ്രതിസന്ധിയിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയാണ് റബ്ബേ. അവർക്ക് മനസ്സമാധാനം കൊടുക്കണേ റബ്ബേ. പുതിയ ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചവന് ഒരുപാട് സഹോദരങ്ങൾ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാണ്. അല്ലാഹുവേ, അവരെ സഹായിക്കണേ നാഥ. അവർക്കൊരു പ്രയാസവും ഉണ്ടാക്കാത്ത വിധത്തില് ദൗത്യം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ.
പഠിച്ചവനെ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബെ. അതിനിടയിലാണ് നമ്മൾ മറ്റൊരു ഷഹാദത്തിന്റെ വിവരം അറിഞ്ഞത്. ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുന്നണി പോരാളിയായ ഇസ്മായിൽ ഹനിയ എന്ന മഹാനായ നേതാവ് ഇറാനിൽ വെച്ച് ഷഹാദത്ത് വരിച്ചിരിക്കുന്നു. ആരുടെയൊക്കെയോ കുതന്ത്രങ്ങളുടെ കൈകൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും. എല്ലാം പുറത്തു വരാൻ പോവാണ്. ഏതായാലും മസ്ജിദുൽ അഖ്സയുടെ ഖുദ്സിന്റെ വിമോചന മാർഗത്തിലെ രക്തസാക്ഷ്യമാണത്. ഒരുപക്ഷെ ലോകഘടന തന്നെ മാറി മറിയാൻ ഇടയാകും വിധത്തിലുള്ള ചില മാറ്റങ്ങളുടെ തുടക്കമായിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹുവെ, ആ മഹാനുഭാവന് സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.